ശരി, അനുഭവം. മറ്റു വാർത്തകളിലേക്ക്. കാവേരി നദീജല തർക്കത്തിൽ മുഖ്യമന്ത്രി വിജയിയെയും പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനും തമ്മിൽ നിയമസഭയിൽ വാക്പോര്. വിഷയത്തിൽ എന്തുകൊണ്ട് സർവകക്ഷി യോഗം വിളിക്കുന്നില്ലെന്ന് ഉദയനിധി ചോദിച്ചു. മുഖ്യമന്ത്രിക്ക് ഭയമാണോ എന്നും ചോദ്യം. വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കരുതെന്ന് വിജയിയുടെ മറുപടി. സർക്കാർ യാതൊരു വിട്ടുവീഴ്ചയും നടത്തില്ലെന്നും പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും വിജയ് പറഞ്ഞു. സോന ജോസഫ് ചേരുകയാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. സോന, എന്തായാലും ഒരു ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തുടരുന്നതിനിടെയാണ് ഇപ്പോൾ കാവേരി വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ ഒരു വാഗ്വാദം നടക്കുന്നത്. അതേ രുചീഷ്, ഈ കാവേരി നദീജല തർക്കം ഈ വിഷയം ഒരു അടിയന്തര പ്രമേയമായി ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വിജയ് സർക്കാരിനെതിരെ ശക്തമായി ആഞ്ഞടിച്ചത്. ഇതിൽ ഉദയനിധി സ്റ്റാലിൻ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുകയാണ്, കർണാടക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവകക്ഷി യോഗം വിളിക്കുകയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ട് പോകുകയും ചെയ്യുകയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ തമിഴ്നാട്ടിൽ എന്നാൽ അത്തരത്തിലൊരു സർവകക്ഷി യോഗം വിളിക്കുകയോ അത്തരത്തിൽ വിജയ് നരേന്ദ്രമോദിക്ക് കത്തയച്ചതല്ലാതെ പ്രധാനമന്ത്രിക്ക് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് കത്തയച്ചതല്ലാതെ മറ്റൊരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല. വിജയ് ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നാണ് ഉദയനിധി അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായി. അദ്ദേഹം പറയുകയാണ്, ഒരു സർവകക്ഷി യോഗം വിളിച്ച് തമിഴ്നാട്ടിലെ ശക്തി കർണാടകയ്ക്ക് കാണിച്ചു കൊടുക്കാത്തത് എന്തുകൊണ്ടാണ്, വിജയ്ക്ക് ഭയമാണോ എന്നും ചോദിക്കുകയുണ്ടായി. വിജയ് കർണാടക സന്ദർശിക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ വന്നിരുന്നു. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹം തന്നെ ആ സന്ദർശനം മാറ്റിവെക്കുന്ന സാഹചര്യമുണ്ടായി. അത്തരം കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഉദയനിധി വിഷയം സഭയിൽ ഉന്നയിച്ചത്. അതുപോലെ തന്നെ ഈ ഡെൽറ്റ മേഖലയിലെ കർഷകരുടെ കൃഷിനാശവുമായി ബന്ധപ്പെട്ട് കർഷകരുടെ വിഷയവും അദ്ദേഹം ഈ നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. എന്തായാലും ഈ ചോദ്യങ്ങൾക്കെല്ലാം മുഖ്യമന്ത്രി വിജയ് കൃത്യമായി മറുപടി നൽകുകയും ചെയ്യുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഈ കാവേരി നദിയിലേതെന്ന് പറയുന്നത് തമിഴ്നാട്ടിൻ്റെ ജീവജലമാണ്, അത് ആർക്കും വിട്ടുകൊടുക്കാനായി അനുവദിക്കില്ല, അതിനായി തമിഴ്നാട് ഒന്നിച്ചു നിൽക്കും, അതിൽ ഇത്തരത്തിലൊരു വില കുറഞ്ഞ രാഷ്ട്രീയം കളിക്കരുതെന്ന് വിജയ് ആഞ്ഞടിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അദ്ദേഹം പറയുകയാണ്, ഈ കർഷകരുടെ കാര്യത്തിലും അദ്ദേഹം പറയുകയാണ്, ഒരു കൃത്യമായ സ്പെഷ്യൽ പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതൊക്കെ പത്രം വായിച്ചാൽ അറിയാവുന്ന കാര്യമാണ്, അതുപോലും അറിയാതെയാണ് ഇത്തരത്തിൽ രാഷ്ട്രീയത്തിലോട്ട് വരുന്നതെന്നും അദ്ദേഹം പരിഹസിക്കുകയുണ്ടായി. എന്തായാലും ഈ കാവേരി നദിയുമായി ബന്ധപ്പെട്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് വിജയ് സഭയിൽ പറഞ്ഞു വയ്ക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൽ രാഷ്ട്രീയം കലർത്തരുത്, ഇതിൽ തമിഴ്നാട്ടിന് ഒറ്റ തീരുമാനമേ ഉള്ളൂ, എന്തായാലും അത് നിയമപരമായി തന്നെ നേരിടുമെന്ന് അദ്ദേഹം പറയുകയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള വാക്പോരാണ് ഇന്നത്തെ ദിവസം നിയമസഭയിൽ ഉണ്ടായത് അവിടെ. ശരി സോന, എന്തായാലും ആ വാക്പോരിന്റെ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. 1969 ஒரு விவாதம் நடந்திருக்கு. அப்போது நீர்வளத்துறை அமைச்சராக இருந்தது யார், அப்போ அணைக்கட்டை விட்டது ஏன்னு கேட்டு அந்த மாதிரி சீப் பாலிட்டிக்ஸ்லாம் நான் பண்ண விரும்பலை. அது நம்ம நோக்கமும் இல்லை. ஏன்னா காவிரி விவகாரத்தை ரொம்ப கவனமாக கையாளணும். எந்த கட்சி ஆளுகிறது, எந்த கட்சிக்கு பெருமை, யாருக்கு பெருமைன்னெலாம் பார்க்கக்கூடாது, இது தமிழக மக்களுடைய பிரச்சனை அப்படின்னு